സോ ഇന്നത്തെ വീഡിയോ ഒ പി എമ്മിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഒ പി എമ്മിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫൈറ്റ് ആയിട്ടുള്ള വൺ പഞ്ച് മാൻ വേഴ്സസ് ഗാറോ എന്നുള്ള ഫൈറ്റ് ആണ്. ആൻഡ് ഈ ഫൈറ്റിന്റെ അവസാനം ഗാറോ ഒരു കോസ്മിക് ഗാറോ ആയിട്ട് മാറുന്ന ഒരു സീനൊക്കെ ഉണ്ട്. മോനെ അതൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗാറോ ആരാണെന്ന് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ തരാം. അതായത് ഗാറോ ഒരു ആന്റി ഹീറോ ആണ്. അതായത് ഒരു വില്ലനും അല്ല, ഒരു ഹീറോയും അല്ല, ഒരു ആന്റി ഹീറോ ഒക്കെ വരുന്ന ഒരാളാണ്. ഫോർമർ എസ് ക്ലാസ് ഹീറോ ആയിട്ടുള്ള ബാങ്കിന്റെ സ്റ്റുഡന്റ് ആണ് ഇവൻ. ആൻഡ് ഇവന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ആബ്സല്യൂട്ട് ഈവിൾ ആയിട്ട് മാറുക. അതാണ് ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഇവൻ വില്ലനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലനും അല്ല, ഒരു ആന്റി ഹീറോ ഗണത്തിലൊക്കെ പെടും. എന്നിട്ട് നിങ്ങളൊരു ഒ പി എം ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയുന്നുണ്ടാവും. അധികം വലിപ്പിക്കുന്നില്ല. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ഈ ഫൈറ്റ് തുടങ്ങുന്നത് മോൺസ്റ്റർ അസോസിയേഷൻ ആർക്ക് കഴിഞ്ഞതിന് ശേഷമാണ്. ബ്ലാസ്റ്റിന്റെ ഹെൽപ്പോടെ തന്നെ സൈത്താമ അവിടുന്ന് പോകുന്നുണ്ടാവും, മോൺസ്റ്റർ അസോസിയേഷനിൽ നിന്ന് പോകുന്നുണ്ടാവും. ആൻഡ് ഗാറോയും ബാങ് ആയിട്ട് ഒരു ഭയങ്കര ഫൈറ്റ് നടന്നതിന് ശേഷം അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇവൻ കോൺഷ്യസ് ആയിട്ട് നീക്കുമ്പോഴായിരിക്കും അവിടെ സൈത്താമ അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടാവുക. കാരണം ഓൾറെഡി മോൺസ്റ്റർ അസോസിയേഷൻ ആർക്കിൽ ഒരുപാട് ഫൈറ്റ് കഴിഞ്ഞതായിരുന്നു സൈത്താമയുടെ. ആൻഡ് അവിടുന്ന് സിയും അതെല്ലാം കൂടി മെർജ് ചെയ്തിട്ടായിരുന്നു സൈത്താമ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ അതൊക്കെ ലൈറ്റ് അടിച്ചിട്ട് എടുത്ത് നിൽക്കുന്നത്. എൻ്റെ ആദ്യം കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നതാണ്, നീ ആരാണെന്നാണ് ഗാറോടെ അടുത്ത് ചോദിക്കുന്നത്. എൻ്റെ സൈത്താം അത് ചോദിച്ചത് കേട്ടതിന് ശേഷം ഗാറോ അങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, നീ ഏതാടാന്ന് ചോദിക്കുന്നുണ്ട്. ഗാറോ വിചാരിച്ചിട്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു ലോ റാങ്ക് ഹീറോ ആണ്, അവൻ ഇവിടെ എവിടെയെങ്കിലും റെസ്ക്യൂ ചെയ്യാൻ വന്നതായിരിക്കും, അങ്ങനെ ആയിരിക്കും ഗാറോ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവുക. എൻ്റെ ഗാറോ ഒന്ന് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവൻ ആബ്സല്യൂട്ട് ഈവിൾ ആവണ്ടേ, അതുകൊണ്ട് തന്നെ അവന്റെ പേരെല്ലാവർക്കും അറിയണ്ടേ, അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാറോ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഐ ആം ഗാറോ ദ മോൺസ്റ്റർ എന്ന് പറയും. ആൻഡ് ഞാനാണ് ഈ ലോകത്തുള്ള എല്ലാ മാൻകൈൻഡിനെയും ഇല്ലാണ്ടാക്കി ലോകം തന്നെ വെടിപ്പാക്കാൻ പോകുന്നതെല്ലാം പറയും. ആൻഡ് ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് ഞാനായിരിക്കും ഈ ലോകത്തിലെ തന്നെ ആബ്സല്യൂട്ട് ഈവിൾ എന്നെല്ലാം ഗാറോ പറയും. കാരണം ഈ ലോകത്ത് ഒരുപാട് ഹീറോസ് ഉണ്ട്. ആൻഡ് ഈ ഹീറോസിന്റെയും പേര് പറഞ്ഞിട്ട് ഒരുപാട് പേരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ആബ്സല്യൂട്ട് ഈവിളാന്ന് പറയും. ഇത് കേട്ട് സൈത്താമ, നീ ആബ്സല്യൂട്ട് ഈവിളോ? നീയോടൊപ്പം ഒരു ഹെലികോപ്റ്റർ അവിടുന്ന് വീഴുന്നതിന് രക്ഷിപ്പിച്ചെന്ന് ചോദിക്കും. ആൻഡ് ഈ ഹെലികോപ്റ്റർ രക്ഷിച്ച കാര്യം ഇതൊക്കെ അതിന് മുന്നോടിയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് സൈത്താമ എങ്ങനെ ചോദിച്ചതിന് ശേഷം ഗാറോ ഒന്ന് ആലോചിക്കും, ഇവനൊക്കെ ഇതിപ്പോ എങ്ങനെ അറിയാം, ഇവനിപ്പോ എന്നെ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഗാറോ. ആൻഡ് ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം ഗാറോ ഒന്ന് ചിരിച്ചിട്ട് എക്സ്ക്യൂസ് പോലെ പറയും, എടാ ആബ്സല്യൂട്ട് ഈവിൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് സ്ട്രെങ്ത് ഉള്ള ഒരാളാവുക എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് അത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് ബാക്കിയുള്ളവർ അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ രക്ഷിച്ചെന്നെല്ലാം ഒരു എക്സ്ക്യൂസ് പോലെ പറയും. നാലാൾ അറിയാണ്ട് എന്തൊക്കെ ഹീറോ ആയിട്ടും മോൺസ്റ്റർ ആയിട്ടും ഒരു കാര്യമില്ലല്ലോ എന്ന് പറയും. പക്ഷെ സൈത്താമക്ക് മാത്സ് ക്ലാസ് പോലെ ആയിരിക്കും, ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ആൻഡ് സൈത്താമ അങ്ങനെ വണ്ടർ അടിച്ച് നോക്കി നിൽക്കുന്ന ഗാറോ അങ്ങനെ പറയും, അത് നിനക്ക് ഇങ്ങനെ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നീ വിട്ടേക്ക്, നീ നിന്റെ കരിയർ തന്നെ ചേഞ്ച് ചെയ്തോ. കാരണം ഞാനിവിടെ നിർത്താൻ പോകുന്നില്ല, മോൺസ്റ്റർ അസോസിയേഷൻ തീർന്നു, ഇനി അടുത്തുള്ളത് ഹീറോ അസോസിയേഷൻ ആണ്, ഞാൻ അതിനെയും തീർക്കുന്നെല്ലാം ഗാറോ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഹീറോ അസോസിയേഷനും ഇല്ലാണ്ടാക്കിയിട്ട് ഈ ലോകത്തിന് തന്നെ ഞാൻ കാണിച്ചു കൊടുക്കും, ഈ ലോകത്ത് എന്നെക്കാളും പവർഫുൾ ആയിട്ട് ആരുമില്ല, ഞാനാണ് ആബ്സല്യൂട്ട് ഈവിൾ എന്നുള്ള കാര്യം ലോകത്തിന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഗാറോ പറയും. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഇനി ഹീറോ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് 2 ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ഒന്നല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് ചാവുക. ആൻഡ് ഇങ്ങനെ ഗാറോ സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സൈത്താമ ബി ലൈക്ക്, ഓക്കെ അപ്പൊ നീ മോൺസ്റ്റർ അല്ല അല്ലേ, അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗാറോ, ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും കേട്ടില്ലേ? ആൻഡ് ഗാറോ അങ്ങനെ അലറി വിളിക്കുമ്പോൾ സൈത്താമ ഭയങ്കര സീരിയസ് ആയിട്ട് അത് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് പിന്നോട്ട് തിരിയും. ആൻഡ് പിന്നോട്ട് തിരിഞ്ഞിട്ട് ഗാറോട് പറയും, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് എന്റെ വീടിന്റെ പുറത്ത് ശബ്ദം കൂടിയോണ്ട് കംപ്ലൈന്റ് ചെയ്യാനായിരുന്നു, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് അറിയില്ല, എന്റെ വീട് തന്നെ അവിടുന്ന് പോയിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ അവിടെ പോയിട്ട് എന്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കി എടുക്കണം എന്ന് പറയാണ്ട് ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഗാറോ ആ ഓറയില് പിന്നെ പേടിച്ചു പോവും. ഇങ്ങനെ സൈത്താമ ഓരോന്ന് പറയുന്ന കേട്ടുമ്പോൾ ഗാറോ അവിടെ വിറച്ച് നിന്നു പോവും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഗാറോ എത്ര ഉള്ളൂന്നാണ്. അല്ല എന്റെ മോനെ, ഒരു സെന്റിപീഡ്സിനൊക്കെ ഒറ്റ കരാട്ടെ സ്ലാഷിൽ 2 തുണ്ടാക്കി കളഞ്ഞ മുതലാണ് അത്. ആൻഡ് ഇതിനുശേഷം സൈത്താമ അറിയും, മോൺസ്റ്റർ കിങ്ങിനെ തോൽപ്പിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് എന്റെ ഫ്രസ്ട്രേഷൻ കുറച്ച് കുറയുന്നാണ്. പക്ഷെ ആൻഡ് നിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു, പക്ഷെ നീ ഒരു മോൺസ്റ്റർ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് അവിടുന്ന് സൈത്താമ സിയു എന്ന് പറഞ്ഞിട്ട് നടന്നു പോകും. എന്റെ പോണ വഴിക്ക് പറയും, നീ ഒന്നല്ലെങ്കിൽ ഹീറോ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ മോൺസ്റ്റർ ആയിട്ടിരിക്കുക, പക്ഷെ ഒരു തരത്തില് കളിക്കുക, നീ ഓവർ ആയിട്ടൊന്നും ചെയ്യല്ലേ എന്ന് പറയും. ബട്ട് ഗാറോ ഇവ പറയുന്നൊന്നല്ല ആലോചിക്കുന്നത്, ഗാറോ ആലോചിക്കുന്നത് ഇവൻ ഇപ്പൊ ഈ തന്ന ഒരു ഓറയില്ലേ, ആ പ്രഷറില്ല, അത് എന്തൊരു കൈൻഡ് പ്രഷറാണ്, ആരാണ് ഇയാളെന്നാണ് ഗാറോ ആലോചിക്കുന്നത്. ആൻഡ് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് ഇങ്ങനെ ഗാറോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവനെവിടെ കണ്ടമാരി ഉണ്ടെന്നുണ്ടെങ്കിലും ഗാറോക്ക് അതൊരു വലിയ മാറ്റർ ആയിരുന്നില്ല, അത് വലിയ കാര്യമാക്കില്ല. പക്ഷെ ഗാറോക്ക് മാറ്റർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗാറോ ഇത്രയും വലിയ കാര്യം പറഞ്ഞിട്ടും അവനതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. ഗാറോ പറയുന്നത് ആബ്സല്യൂട്ട് ഈവിൾ ആവുന്ന കാര്യമാണ്. അവനത് സ്ലൈറ്റ്ലി എടുത്തിട്ട് അവനത് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗാറോ അവനെ വിളിക്കും, നിനക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നത്, ആബ്സല്യൂട്ട് ഈവിളിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വലിയൊരു മിസ്റ്റേക്ക് ആണ് ചെയ്യുന്നത്. ആൻഡ് ഇതും പറഞ്ഞതുകൊണ്ട് തന്നെ നത്തിങ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് പഞ്ച് ചെയ്യാൻ പോവും ഗാറോ സൈത്താമയെ. ബട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അടിച്ചതായിരിക്കത്തില്ല, ജസ്റ്റ് അവന്റെ സ്പിരിറ്റ് ഒന്നും ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും ഗാറോ അവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ച് എടുക്കാൻ പോവാ. ബട്ട് സൈത്താമ ഒരു ഈച്ച അടിക്കുന്ന പോലെ കൈയൊന്ന് ഉയർത്തി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പഞ്ച് ചെയ്യും. ആൻഡ് അവൻ ദൂരെ പോയി വീഴും ഗാറോ. എന്റെ അടിച്ചതിന് ശേഷം പറയും, നീ എങ്ങോട്ടാണ് ഈ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ഇത് ഫസ്റ്റ് ടൈം അല്ല സൈത്താമ ഗാറോ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. ഗാറോക്കൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. സൈത്താമ ഓൾറെഡി 3 പ്രാവശ്യം എങ്ങനെ ഈച്ച അടിക്കുന്ന പോലെ അടിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ മുന്നേയും ഗാറോയും സൈത്താമയും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഗാറോ നോർമൽ ഫോമിലായിരിക്കും. ആൻഡ് അപ്പോഴും ഇങ്ങനെ ഈച്ച അടിക്കുന്ന പോലെ ഓരോ പഞ്ചിലും സൈത്താമ അവനെ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് 4ാമത്തെ പ്രാവശ്യം അവൻ ഇത്ര പവർഫുൾ ആയിട്ടുണ്ടെങ്കിൽ പോലും സൈത്താമക്ക് അവനൊരു ഈച്ചയെ പോലെ തന്നെയാണ്, അവൻ അടിച്ചിടും. പക്ഷെ ഇവിടെ ഒരു കാര്യം നടക്കും. അതായത് ഗാറോ ഇങ്ങനെ അടിക്കാൻ വന്നപ്പോൾ സൈത്താമക്ക് പഴയ എൻകൗണ്ടേഴ്സ് എല്ലാം ഓർമ്മ വരും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് മോൺസ്റ്റർ അസോസിയേഷൻ ആർക്കിലുണ്ടായ ഡാമേജ് കാരണം തന്നെ ഹീറോസ് അവിടെ റെസ്ക്യൂ മിഷനിലായിരിക്കും. അവിടെ 2 പിള്ളേരുണ്ടായിരിക്കും. ആൻഡ് പിള്ളേരും എല്ലാം അവസാനിച്ചു എന്നെല്ലാം കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അവിടെ എർത്ത് വേക്ക് ഉണ്ടാവുക, ഭൂമികുലുക്കം ഉണ്ടാവും. ബട്ട് റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭൂമികുലുക്കം ആയിരിക്കത്തില്ല. അത് സൈത്താമ ഇപ്പൊ 1 പഞ്ച് ചെയ്തിട്ട് അവനത് അടിച്ചില്ലേ, ഗാറോ അടിച്ചില്ലേ, ആ ഒരു ഫൈറ്റിലുണ്ടായ റിയാക്ഷൻ ആയിരിക്കും. ആൻഡ് ഇതിനുശേഷം കാണിക്കുന്നത് ഗാറോ സൈത്താമയെ അങ്ങനെ വന്നിട്ട് മാർഷൽ ആർട്സ് യൂട്ട് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്താണ്. അതായത് 1-on-1 അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷെ സൈത്താമ എല്ലാം ഡോഡ്ജ് ചെയ്ത് കളയും. ആൻഡ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും ഗാറോയ്ക്ക് സൈത്താമനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ അറ്റാക്ക് ചെയ്യാൻ പക്ഷെ സൈത്താമ അത് വീണ്ടും തടുക്കും. ആൻഡ് അവർ അടിച്ചടിച്ച് ഇങ്ങനെ ഹൈറ്റിലോട്ട് ഉയരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഗാറോക്ക് കിട്ടി ഒരു ചാൻസ് കൊണ്ട് തന്നെ ഗാറോ സൈത്താമ നിലത്തോട്ട് അടിച്ചിട്ട് നിലത്ത് വന്നിട്ട് കരാട്ടെ സ്ലാഷ് ചെയ്യാൻ നോക്കും, എക്സാക്ട്ലി ലൈക്ക് സൺഡപ്പേറ്റിന്റെ അടുത്ത് ചെയ്ത പോലെ തന്നെ. പക്ഷേ ആൻഡ് ഈ കരാട്ടെ സ്ലാഷ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. അവിടെ മൊത്തം പോകാൻ പോകും. ബട്ട് ഗോറോ ആകെ സർപ്രൈസ് ആയി നോക്കിക്കൊണ്ടിരിക്കും. കാരണം തലക്കായിരിക്കും സൈത്താമ അടിച്ചിട്ടുണ്ടാവുക. പക്ഷെ സൈത്താമയ്ക്ക് ഒന്നും പറ്റിയുണ്ടാവില്ല. ഇവൻ ആ മൊട്ടത്തലയിൽ ഒരു സ്ക്രാച്ച് പോലും ഉണ്ടായിരിക്കത്തില്ല. ബട്ട് തിരിച്ച് സൈത്താമയുടെ മൊട്ടത്തലയിൽ അടിച്ചുകൊണ്ട് തന്നെ ഗാറോന്റെ കൈ വേദന എടുക്കാൻ തുടങ്ങും. വേദന എടുക്കാൻ മാത്രമല്ല, കൈ പൊടിയാൻ തുടങ്ങും. ആൻഡ് ഇതിനുശേഷം സൈത്താമ ചോദിക്കും, നിന്റെ പ്രശ്നം എന്താടാ, നീ എന്തിനാടാ എന്റെ അടുത്ത് അടിപിടിക്കുന്നത്, ഒരു കാരണവുമില്ലല്ലോടാ. ബട്ട് ഈ ടൈമിൽ ഗോറോന്റെ അടുത്ത് റീജനറേറ്റിംഗ് എബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പൊടിഞ്ഞ കൈ അവൻ പെട്ടെന്ന് തന്നെ നേരാക്കി എടുക്കും. ആൻഡ് ഇത് കണ്ടിട്ട് സൈത്താമ എന്തൊക്കെയൊക്കെ തന്നെ പറയാൻ വേണ്ടി നിൽക്കും. പക്ഷെ കൈ ശരിയായതിനു ശേഷം ഗോറോ വീണ്ടും സൈത്താമിന്റെ അടുത്തൊരു പഞ്ച് അങ്ങോട്ട് വെക്കാൻ നോക്കും, മോന്തക്കിട്ടൊരു പഞ്ച് കൊടുക്കാൻ നോക്കും. പക്ഷെ ഇതോടുകൂടി സൈത്താമ വീണ്ടും ഇറിറ്റേറ്റഡ് ആവും. നീ എന്താടാ ഞാൻ പറയുന്നത് കേൾക്കാത്തത് പറഞ്ഞിട്ട് വീണ്ടും ഒരു പഞ്ച് ഗാറോക്ക് കൊടുക്കും. ഞാനിവിടെ നിന്റെ അടുത്തല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്കെന്താ ഒന്ന് കേട്ടാന്നെല്ലാം പറയും സൈത്താമ. ആൻഡ് ഈ പഞ്ച് ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഇൻഫാക്ട് പഞ്ച് കൊണ്ടതിനു ശേഷം ഗാറോ കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് വീഴുന്നത്. ആൻഡ് പോയി വീഴുന്നത് ഭൂമി കൂടെ ഒരസിയിട്ടാണ്, അതായത് നിരങ്ങിട്ടാണ് പോയി വീഴുന്നത്. പോകുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ട് ഈ മുട്ട ഏതാണെന്നെല്ലാം ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഇവൻ കാണുന്ന പോലെയല്ല, ഈസ് വേ ടു സ്ട്രോങ്. ആൻഡ് ഇങ്ങനെ നിരങ്ങി പോയി വീഴുന്ന എവിടെയെന്ന് അറിയോ, ഞാൻ പറഞ്ഞില്ല 2 പിള്ളേരുണ്ടായിരുന്നു, അവരുടെ അടുത്താണ് ഇപ്പൊ നേരെ പോയിട്ട് ലാൻഡ് ചെയ്യുന്നത് ഗാറോ. ആൻഡ് ഗാറോനെ കണ്ടതിന് ശേഷം അവിടെ ഒരു ചെറുക്കനില്ലേ, 2 പിള്ളേരല്ലേ, അതിൽ ടാരിയോ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഗാറോനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വിളിച്ചിട്ട് ടാരിയോ ഗാറോന്റെ അടുത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗാറോ അവിടെ ആലോചിക്കുന്നത്, ഞാൻ എന്റെ ആബ്സല്യൂട്ട് ഈവിൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മാത്രമേ എനിക്ക്, 1% മാത്രമേ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളതുള്ളൂ. പക്ഷെ അപ്പോഴായിരിക്കും എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു മുസീബത്ത് വന്ന് നിൽക്കുന്നത്. സൈത്താമനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ആൻഡ് ഇനിയിപ്പോ ഞാൻ ആബ്സല്യൂട്ട് ഇവൾ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മൊട്ടയെ തോൽപ്പിക്കണം എന്ന് പറയുന്നതിന് ശേഷം ഗാറോ ഭയങ്കര മ്യൂട്ടേറ്റ് ആവാൻ തുടങ്ങും, ഭയങ്കര വലിയൊരു മോൺസ്റ്റർ പോലെ ആവാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് അവൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ടാരിയോയും അവിടെ നിന്ന് സൂപ്പർ ഹീറോസ് എല്ലാവരും പേടിച്ചു പോകും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഹീറോസ് എല്ലാവരും ടാരിയോനെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. പക്ഷെ ടാരിയോ നിൽക്കുന്നുണ്ടാവില്ല. ടാരിയോ ഗാറോന്റെ അടുത്ത് അത് പോകാൻ വേണ്ടിയിട്ട് തന്നെ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നിങ്ങൾ അറിയുന്നുണ്ടാവും ടാരിയോ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ടാരിയോ എങ്ങനെ കിടന്ന് എല്ലാവരും കരയുന്നുണ്ടെങ്കിൽ പോലും ഗാറോ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കാരണം അവന്റെ പുതിയ ഫോം കണ്ടിട്ട് അവൻ തന്നെ ആകെ ഇംപ്രസ് ആയിട്ടുണ്ടാവും. ആൻഡ് ഈ ഫോം വെച്ചിട്ട് അക്കോർഡിംഗ് ടു ഹിം അവൻ എങ്ങനെയും ആ മൊട്ടയെ തോൽപ്പിക്കുന്നല്ല ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അപ്പൊ തന്നെ അവിടെ ടാരിയോ വരും. ടാരിയോ വന്നതിന് ശേഷം ഗാറോ ടാരിയോ വന്ന് നോക്കും. നോക്കിയതിനു ശേഷം പറയും, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോന്ന് പറയും. ആൻഡ് അത് കേട്ടപ്പോൾ ടാരിയോക്ക് കൺഫേംഡ് ആവും അത് ഗാറോ തന്നെയാണെന്ന്. കാരണം ഗാറോ ഇതിന് മുന്നേയും ടാരിയോ അടുത്ത് ഇതേ ലൈൻ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ആദ്യം ഇത് പറഞ്ഞപ്പോൾ ടാരിയോ അവിടെ നിന്ന് പേടിച്ച് ഓടിയുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം അവിടെ കണ്ണ് നനഞ്ഞുകൊണ്ട് ടാരിയോ നിൽക്കും. ടാരിയോ ചോദിക്കും, നീ എപ്പോഴും ഒരു ഹീറോ തന്നെ ആയിരുന്നില്ല എന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് ഗാറോ ഷോക്കായിട്ട് നിൽക്കും. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, എന്റെ ഏത് പാട്ട് കണ്ടാണ് നിനക്ക് ഹീറോയെ പോലെ തോന്നുന്നതെന്ന് ചോദിക്കും ഗാറോ ടാരിയോന്റെ അടുത്ത്. നീ എന്നെ നല്ലപോലെ ഒന്ന് നോക്ക്,
എന്നിട്ട് പറഞ്ഞ് ഞാൻ ഹീറോ ആണെന്ന്. പക്ഷെ ടാരിയോ വിട്ടുകൊടുക്കുന്നുണ്ടാവില്ല. ടാരിയോ അപ്പോഴും പറയുന്നത് ഗാറോ ഒരു ഹീറോ തന്നെയാണെന്നാണ്. കാരണം ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഗാറോ ടാരിയോന്റെ ജീവൻ രക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാരിയോ ഭയങ്കര സ്ട്രോങ് ആണ്. എപ്പോഴെങ്കിലും അവനൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഗാറോ വരും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഗാറോ കാണാൻ എത്രത്തോളം മോൺസ്റ്റർ പോലെ കാണുന്നുണ്ടെങ്കിലും ടാരിയോക്ക് അവൻ എന്നൊരു ഹീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടാരിയോ റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ബീങ് എ മോൺസ്റ്റർ, പ്ലീസ് പ്രിറ്റൻഡിങ് എ മോൺസ്റ്റർ, നിങ്ങളൊരു ഹീറോ ആണെന്നെല്ലാം പറയും. നിങ്ങളെല്ലാവരും ഒരു മോൺസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്, അങ്ങനെ ആവാൻ പാടില്ല, നിങ്ങളൊരു ഹീറോ ആണെന്നെല്ലാം ടാരിയോ ഗാറോയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഗാറോ ഇത് കേട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് പോവായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം അപ്പുറത്ത് നിന്ന് സൈത്താമ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതെല്ലാം കേട്ടതിന് ശേഷം സൈത്താമക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി തുടങ്ങും. ആൻഡ് യു ആർ ഗോറോ റൈറ്റ്, അങ്ങനെ സൈത്താമ ഗാറോയോട് ചോദിക്കും, നീ ഇപ്പോഴും ആ ഓൾഡ് മാനെ ക്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നീ കരയിപ്പിക്കാൻ വേണ്ടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നീ ആദ്യം ഡോജോസിനെ റെക്ക് ചെയ്തു, പിന്നെ നീ കുറെ ഹീറോസിനെ ഹണ്ട് ചെയ്തു, ഇപ്പൊ നീ ഒരു ചെറിയ കുട്ടിയെ നീ കരയിപ്പിക്കുന്നത്. നീ എപ്പോഴാ ഒന്ന് വലിയ ആളെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാന്നെല്ലാം സൈത്താമ ഗാറോയുടെ അടുത്ത് ചോദിക്കും. ആൻഡ് സൈത്താമ അവിടെ നിർത്തത്തില്ല. സൈത്താമ വീണ്ടും കളിയാക്കാൻ തുടങ്ങും. നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിന്നൊരു മോൺസ്റ്റർ ആയിട്ട് കണക്കാക്കാൻ നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ? ആൻഡ് ഈ കോസ്റ്റ്യൂം എന്താ, നീ കോസ്പ്ലേ ഇട്ടതാണോ മോൺസ്റ്റർ ആകാൻ വേണ്ടിയിട്ടെല്ലാം ചോദിക്കും. ഇതെന്താന്ന് മനസ്സിലായോ? ഇപ്പൊ ഗാറോ ഭയങ്കര മ്യൂട്ടേഷൻ ആയിട്ട് പവർഫുൾ ആയില്ലേ? അത് കണ്ടിട്ട് സൈത്താമ ചോദിക്കുകയാണ് കോസ്പ്ലേ ഇട്ടതാണോന്ന്. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ഗാറോ സൈത്താമ അടുത്ത് പറയും, നീ നോക്കിക്കോടാ, നീ നോക്കിക്കോ, ഞാൻ എങ്ങനെയാണ് നിന്നെക്കെല്ലാം തീർക്കാൻ പോകുന്നത്, എത്രത്തോളം പവർലെസ് ആണ് ഹീറോ എന്നുള്ള കാര്യം ഞാൻ നിനക്കെല്ലാം കാണിച്ചു തരാന്ന് പറയും. ആൻഡ് ഞാൻ ഒരു ആബ്സല്യൂട്ട് ഇവൾ ആയതിനു ശേഷം ടാരിയോനെ അടിക്കാനും ആരും ഉണ്ടാവില്ല, രക്ഷിക്കാനും ആരും ഉണ്ടാവില്ല. കാരണം അടിക്കാൻ ആരില്ലെന്നുണ്ടെങ്കിൽ പിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ഇത് കേട്ട് നിൽക്കുന്ന ടാരിയോ ഒരു കൊച്ചു തീർക്കാനല്ല, അവനിതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവൻ ഒറ്റ കാര്യം മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ആ കൈയായിട്ട് തല്ലു പിടിക്കാൻ പോവാണെന്ന് ഗാറോയോട് ചോദിക്കും. ആൻഡ് ഇതിനുശേഷം ടാരിയോ പറയും, ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇനി ഹീറോസ് ആയിട്ട് തല്ലു പിടിക്കരുത്, നിങ്ങളൊരു മോൺസ്റ്റർ അല്ല എന്ന് പറയും. നിങ്ങൾ ഹീറോസ് ആയിട്ട് തല്ലു പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, നിങ്ങളൊരു മോൺസ്റ്റർ ആണെന്ന്. ബട്ട് ടാരിയോ ഇങ്ങനെ പറയുന്നതെല്ലാം ഗാറോ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. ബട്ട് ഇവിടെ സൈത്താമ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സൈത്താമ നേരെ ഗോറോടെ മുന്നോട്ട് പോയിട്ട് പറയും, നിനക്ക് എന്നെ അടിക്കണം, അടിച്ചോ. യു ചിക്കൻ. അടി ചിക്കൻ എന്ന് വിളിച്ചത് ഗാറോക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല. ഗാറോ വീണ്ടും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ആൻഡ് ഡോണ്ട് മേക്ക് മീ ലാഫ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പഞ്ച് അങ്ങോട്ട് കൊടുക്കും സൈത്താമയ്ക്ക്. ആൻഡ് അഗെയിൻ ഷോക്കിംഗ്ലി ഫോർ സോറോ, സൈത്താമക്ക് വീണ്ടും ഒരു പോറല് പോലും ഉണ്ടായിരിക്കത്തില്ല. ഈവൻ എക്സ്പ്രഷൻ പോലും ഒന്നും മാറി ഉണ്ടാവില്ല. എങ്ങനെയാണോ മോന്ത പിടിച്ചേക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ആൻഡ് ഇത് കണ്ടോട്ടിരുന്ന താരിയുടെ മോന്ത നോക്കിയേ. ആൻഡ് ഇങ്ങനെ മോന്ത പിടിച്ച താരിയോനെ നോക്കിയിട്ട് സൈത്താമ പറയും, നീ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. ആൻഡ് സൈത്താമ എന്തിനാ ഇപ്പൊ ഈ അടി പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ താരിയോക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. കാരണം ഇവനിപ്പോ എന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റത്തില്ല എന്നുള്ള കാര്യം ഇവന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സൈത്താമ ഇപ്പൊ അടി പേടിച്ചത്. ആൻഡ് ഇതിനുശേഷം ഗാറോ വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യും സൈത്താമ എടുത്ത്. സൈത്താമ ഒരു സ്ലാപ്പ് അങ്ങോട്ട് വെച്ചു കൊടുക്കും. സ്ലാപ്പ് വെച്ചു കൊടുക്കുമ്പോൾ ഗോറോ വീണ്ടും ബാക്കിലോട്ട് പോയി വീഴും. ആൻഡ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഗാറോനെ കണ്ടതിന് ശേഷം ടാരിയോ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. ആൻഡ് ഇപ്പൊ സൈത്താമ ചോദിക്കും, നിനക്ക് ഇങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഞാൻ അവനെ അടിക്കത്തില്ല, പക്ഷെ അവനെ ഞാൻ തടുത്തുകൊണ്ട് നിൽക്കാം, അതല്ലേ നിനക്ക് വേണ്ടെന്ന് ടാരിയോ അടുത്ത് സൈത്താമ ചോദിക്കും. അപ്പൊ താരിയോ എനിക്ക് തന്നെ വേണ്ടെന്ന് പറയും. ആൻഡ് ഇവിടെ സൈത്താമ ഒരു പുതിയ മിഷന് വേണ്ടി പുറപ്പെടും, ഗാറോനെ തടുക്കാനുള്ള മിഷൻ. തടുക്കുന്ന ഒരു അടി പോലും അടിക്കാണ്ടായിരിക്കും. ആൻഡ് ഇങ്ങനെ പോകുന്നതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഗാറോനെയാണ്. ഗാറോ ആലോചിക്കുന്നത്, എന്റെ മോൺസ്റ്ററിഫിക്കേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, ഞാനിപ്പോ ഭയങ്കര പവർഫുള്ളും ആണ്, പക്ഷെ ഈ മൊട്ടത്താലയൻ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. പക്ഷെ അപ്പൊ തന്നെ സൈത്താമ ഗോറോയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ചോദിക്കടാ മോനെ, നിനക്ക് എന്താടാ വേണ്ടേന്ന് ചോദിക്കും. നീ ആദ്യം കുറെ ഹീറോസിനെ ഹണ്ട് ചെയ്തു, ആൻഡ് അതിനുശേഷം നീ അതെല്ലാം വിട്ടിട്ട് ഹീറോസിന്റെ ഒപ്പം തന്നെ ചേർന്നിട്ട് സെന്റപീഡ്സിനെ അടിച്ചിട്ട് അവരെല്ലാം രക്ഷിക്കും. ആൻഡ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ ഒരു ഹീറോ തന്നെ ആവത്തില്ലേ? ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നീ എന്തിനാണ് ഈ മോൺസ്റ്റർ ആവാനുള്ള വാശി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. നീ എന്തിനാണ് ബാക്കിയുള്ളവരടുത്ത് ഇങ്ങനെ ഷോ കാണിക്കാൻ നിൽക്കുന്നത്, നീ ഒരു മോൺസ്റ്റർ ആണെന്ന്. ആൻഡ് ഇതിന്റെ എല്ലാം ഉത്തരമായിട്ട് ഗാറോ ഒറ്റ വേർഡേ പറയത്തുള്ളൂ, ഐ മീൻ 2 വേർഡ്, ഫക്ക് യു. ആൻഡ് ഇതിനുശേഷം ഗാറോ പറയും, ഞാനിപ്പോ ഹീറോസിന്റെ ഒപ്പം വർക്ക് ചെയ്ത് എന്തിനാണോ നീ ചോദിക്കുന്നത്? അത് ഞാൻ എല്ലാവരും യൂസ് ചെയ്തതാണ്, കാരണം ഞാൻ അവരെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്ട്രോങ്ങർ ആവാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവരെല്ലാം യൂസ് ചെയ്തെന്ന് പറയും. ഇത് കണ്ടിട്ട് സൈത്താമ ലൈക്ക്, ഓ നിന്റെ ഗോൾ ആബ്സല്യൂട്ട് ഈവിൾ തിങ് ആൻഡ് വേൾഡ് പീസ് ഓർ സംതിങ്. ആൻഡ് ഇത് കേട്ടിട്ട് ഗാറോ ബി ലൈക്ക്, എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ആൻഡ് ഇവിടുന്ന് വീണ്ടും സൈത്താമ പറയും, നീ ഒന്നുമല്ല, നീ വെറും ഒരു ചെറിയ കുട്ടിയാണ്, അതായത് നീ ഒരു ചെറിയ കുട്ടി പോലെയാണ്, ഈ കളിപ്പാട്ടങ്ങൾക്കൊക്കെ വാശി പിടിക്കത്തില്ലേ, അതുപോലുള്ള ഒരു ചെറിയ കുട്ടിയാണെന്ന് പറയും. പിടിച്ച് 2 പൊട്ടിച്ചു കഴിഞ്ഞാൽ നീ തന്നെ ആ വാശി മാറ്റുന്നെല്ലാം പറയും. ആൻഡ് ഇതിനുശേഷം സൈത്താമ താരിയോനെ പൊക്കി പറയാൻ തുടങ്ങും, ആ കുട്ടിയെ കണ്ടില്ലേ, അവനെ പോലെ ആയിരിക്കണം, നിന്നെ ഇങ്ങനെ ഒരു രൂപത്തിൽ കണ്ടിട്ടും അവൻ പേടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ അവന്റെ ഫീലിങ്സിനേലും കുറച്ച് ഇത് വെക്കെന്ന് പറയും. ഇത് കേട്ടിട്ട് ഗാറോ ഷട്ടപ്പ് എന്ന് പറഞ്ഞിട്ടും ഗാറോ സൈത്താമയുടെ അടുത്തോട്ട് വരും. അടുത്തോട്ട് വന്നിട്ട് ഒരു പഞ്ച് ചെയ്യാൻ നോക്കും. പഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ സൈത്താമ തിരിച്ചും അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ആ അടി ഡിഫ്ലക്ട്
ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഗാറോ ഒരുപാട് അടി സൈത്താമ അടിക്കും. ഈ അടിയെല്ലാം സൈത്താമ തടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കും. ബട്ട് ഗോറോ അവന്റെ മാർഷൽ ആർട്സ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഭയങ്കരമായിട്ട് സൈത്താമയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. തടുക്കുന്ന ഓരോ അടിയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ഗാറോ ഇങ്ങനെ എഫർട്ട് ഇടുന്നുണ്ട് സൈത്താമ ലൈക്ക് നീ അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്നു, പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് മാർഷൽ ആർട്സ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇത് കേട്ടിട്ട് ഗാറോ ഭയങ്കര ഷോ ഓഫിൽ പറയും ദിസ് ഈസ് അൾട്ടിമേറ്റ് മാർഷൽ ആർട്സ് എന്ന് പറയും. ആൻഡ് ഇത് പറഞ്ഞ ശേഷം ഗാറോ വീണ്ടും കുറെ അറ്റാക്സ് സൈത്താമയുടെ അടുത്ത് ചെയ്യും. പക്ഷെ സൈത്താമന്റെ സ്പീഡും സൈത്താമന്റെ റിഫ്ലക്ഷനും എല്ലാം യൂസ് ചെയ്തിട്ട് സൈത്താമ എല്ലാ അടിയും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് റിഫ്ലക്ട് ചെയ്തൊന്നും കൊള്ളുന്ന പോലും ഉണ്ടാവില്ല അടി. ആൻഡ് ഗോറോ അടിക്കുന്ന ഈ അടി എല്ലാം തടുക്കുന്ന കണ്ടതിന് ശേഷം ഗാറോ ആകെ ഷോക്കാവും. ബട്ട് സ്റ്റിൽ സൈത്താമക്ക് മാർഷൽ ആർട്സിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് ഗാറോ സൈത്താമയുടെ മൂവ്മെന്റ്സിൽ ഒരുപാട് ഓപ്പണിങ്സ് കണ്ടെത്തിയിരുന്നു. ആൻഡ് ഈ ഒരു റീസൺ മാത്രമേ ഉള്ളൂ സൈത്താമനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം സൈത്താമ ഇനി എന്ത് ചെയ്യും, അതിന് ശേഷം എന്ത് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, എല്ലാം ഗാറോക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് കിട്ടിയ ഓപ്പണിംഗ് വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ ഗാറോ ഭയങ്കരമായിട്ടൊരു ഗോഡ് സ്ലെയർ അസെൻഡിങ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കിക്ക് അങ്ങോട്ട് കൊടുക്കും സൈത്താമയ്ക്ക്. ആൻഡ് ഈ അറ്റാക്കിൽ സൈത്താമ ഭയങ്കര ഒരുപാട് കിലോമീറ്റേഴ്സ് ദൂരം പോയി വീഴുന്നുണ്ടാവില്ല. എയർലൈനിൽ അങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ഇടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ മുകളിൽ കാണുന്ന ബിൽഡിങ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നെന്ന്. ഗാറോ ഇവിടെ നിർത്തുന്നുണ്ടാവില്ല. ഗാറോ വീണ്ടും വന്നിട്ട് വേറൊരു അറ്റാക്ക് ചെയ്യും. ഗ്രേറ്റ് പവർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്കിൽ അവിടെ നടന്ന എല്ലാ ബിൽഡിങ്സും സാൻഡ്വിച്ച് പോലെ ആവും. അങ്ങനെ അതിനുശേഷം എല്ലാം പൊടിയായി പോകും. ആൻഡ് ഇങ്ങനെ രണ്ട് അറ്റാക്ക് ചെയ്തതിനു ശേഷം ഗാറോക്ക് ഇച്ചിരി കോൺഫിഡൻസ് കൂടി ഉണ്ടാവും. അതിനുശേഷം ഗാറോ പറയും നിന്റെ ബോൺസും ഫ്ലഷസും എത്രത്തോളം പവർഫുൾ ആണെന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് ഇല്ലേ അത് അത്രത്തോളം പവർഫുൾ ആയിരിക്കത്തില്ല എന്ന് പറയും. ആൻഡ് ഇന്ന് ഇവിടെ നീ തോറ്റതിന് ശേഷം നീ ഒരിക്കലും പിന്നെ ഹീറോന്റെ ജോലി എടുക്കത്തില്ല എന്ന് പറയും. ആൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിന്നിൽ ഒരു സൗണ്ട് കേൾക്കുക. എന്താണെന്ന് നോക്കുമ്പോഴായിരിക്കും സൈത്താമ ഗാറോന്റെ പിന്നിൽ നിൽക്കുന്നത്. ആൻഡ് സൈത്താമയുടെ ഓറ പ്രസൻസ് ചെയ്ത ഗാറോ ലിറ്ററലി പേടിച്ച് അവിടെ വാട്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ ഒരുപാട് പേര് പെട്ടുപോയി കിടക്കായിരുന്നു ഈ മോൺസ്റ്റർ അസോസിയേഷൻ ആർക്കില്. ആൻഡ് അവർക്ക് അവിടെ നിന്ന് വരാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇങ്ങനെ അവർ രക്ഷിച്ചതിന്, അതായത് ആ പൊടിയാക്കി അവിടെ നിന്ന് രക്ഷിച്ചില്ലേ, അതുകൊണ്ട് തന്നെ സൈത്താമ അടുത്ത് താങ്ക്സ് പറയും പിള്ളേരെല്ലാരും. ആൻഡ് ഇത് കേട്ടിട്ട് സൈത്താമ പറയും എന്റെ അടുത്ത് താങ്ക്സ് പറയല്ലേ, ഇവിടെ നിൽക്കുന്ന ഈ ആളില്ലേ ഇയാളാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് പറയും. ആൻഡ് ഗാറോനെ കണ്ടതിന് ശേഷം ഒന്ന് പേടിക്കും. പക്ഷെ അവിടുന്ന് എല്ലാവരും അവരുടെ ആ ഒരു താങ്ക്സ് പറയുന്ന ട്രഡീഷൻ അല്ലേ, അതുപോലെ തന്നെ കൊമ്പ് ഇട്ടിട്ട് ഗാറോന്റെ അടുത്ത് താങ്ക്സ് പറയും. ആൻഡ് സൈത്താമ പറഞ്ഞുകൊണ്ട് തന്നെ അതിനുശേഷം അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോകും. ആൻഡ് ഇത് നടന്നതിന് ശേഷം ലിറ്ററലി ഗാരോ തെറ്റി നിൽക്കില്ലേ പിള്ളേര്, അതുപോലെ തന്നെ സൈത്താമ അടുത്ത് തെറ്റി നിൽക്കും. ആൻഡ് സൈത്താമ വീണ്ടും കളിയാക്കാൻ വേണ്ടിയിട്ട് മാൻ നീ ആബ്സല്യൂട്ട് ഈവളോ എന്ത് തേങ്ങ ആയിരിക്കട്ടെ, പക്ഷെ അതുകൊണ്ട് തന്നെ ആ പിള്ളേരെ അവരെ രക്ഷിക്കാൻ പറ്റി. ആൻഡ് ഇത് കേട്ടിട്ട് വീണ്ടും ഗാറോ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേഷൻ പോട്ടെ ചെറുക്കിന് നാണം വരും. ആൻഡ് ഈ ഫ്രസ്ട്രേഷൻ പിടിച്ചിട്ട് വീണ്ടും സൈത്താമനെ അവരെ പഞ്ച് ചെയ്യാൻ നോക്കും. ആൻഡ് സൈത്താമ ഒരു ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ വെച്ചിട്ട് ഈ അടി ടാക്കിൾ ചെയ്യും. നിങ്ങളൊന്ന് നോക്കും, ഒരാൾ അടി കിട്ടും നോക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണോ ഇത്? ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഒരു വാൾക്കോനാണ്. ആൻഡ് ഈ വാൾക്കോനിൽ നിന്ന് ലാവ ഇറക്ഷൻ ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരെ എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് ഗാറോയും സൈത്താമയും അടിച്ചടിച്ച് ആ വാൾക്കോണിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഗോറോ വീണ്ടും ഒരുപാട് സ്ട്രോങ്ങർ ആയിട്ടുണ്ടാവും. ഈവൻ വിങ്സ് പോലും വന്നിട്ടുണ്ടാവും. ഇത് കണ്ടിട്ട് സൈത്താമ പറയും വാ പിന്നെ ഒരുപാട് സ്ട്രോങ്ങർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗാറോ ചോദിക്കും നിനക്ക് ജസ്റ്റ് ബെറ്റർ ആണോ എന്ന് ചോദിക്കും. ആൻഡ് ഇങ്ങനെ ചോദിച്ചതിന് ശേഷം ഗാറോ ഒരൊറ്റ അടി അടിക്കും. സൈത്താമ നേരെ വാൾക്കോനായിട്ട് പോലും വീഴും. ആൻഡ് ഈ അടിച്ച അടിയിൽ എന്താ ഉണ്ടാവുമെന്നറിയോ, ഇത്ര നേരം ലാവ ആ സിറ്റിയുടെ അടുത്തോട്ടായിരിക്കും ഒഴുകിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇങ്ങനെ അടിച്ചത് കാരണം തന്നെ ലാവ ആ ഡയറക്ഷൻ മാറിയിട്ട് വേറെ സൈഡിലോട്ട് പോകാൻ നിൽക്കും. ആൻഡ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അടി അടിച്ചതിന് ശേഷം ഗാറോ ഒന്ന് ശ്വാസം എടുക്കാൻ നോക്കും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അടിയല്ലേ. അപ്പൊ തന്നെ സൈത്താമ വന്നിട്ട് ഒരു അടി അങ്ങോട്ട് കൊടുക്കും. ആൻഡ് ഇതായിട്ട് ഗോറോ പിന്നെയും ഷോക്കാവും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അടി അടിച്ചിട്ട് ഇയാൾ എന്ത് മനുഷ്യനാണ്. കാരണം ഞാനിപ്പോ അടിച്ച ഒരു അടിയിൽ ഒരു വാൾക്കാണ് തന്നെ ഡയറക്ഷൻ മാറി അപ്പുറത്തെ സൈഡിലോട്ട് പോയി. ബട്ട് ഈ ചെറുക്കനെ ഒരു പോറൽ പോലും വെച്ചിട്ടില്ല. ഇവൻ എന്തായാലും ഒരു മൗണ്ടൈനെക്കാട്ടും ടഫർ ആണെന്നെല്ലാം ഗാറോ ആലോചിച്ചോണ്ടിരിക്കും. ആൻഡ് സൈത്താമ ഇവിടെ എന്താ ചെയ്യാന്നറിയോ, സൈത്താമ ആ സിറ്റിയുടെ അടുത്ത് വന്ന് നോക്കും ആദ്യം അതായത് ലാവ കൊണ്ട് നശിക്കാൻ പോവായിരിക്കും. അതിന് ഗാറോ അടുത്ത് പറയും നീ ഇപ്പൊ വിചാരിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പോലും നീ ഒരു ഹീറോ തന്നെയാണ്. നീ എന്നെ നോക്കി, നീ എത്ര പേരെ രക്ഷിച്ചേ, നീ ഒരു കിങ്ങിനെ പോലെയാണ്, എനിക്കൊരു കിങ്ങിനൊക്കെ നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് പറയും. ആൻഡ് ഇങ്ങനെ സൈത്താമ കളിയാക്കിയിട്ട് ഗോറോന്റെ ഫ്രസ്ട്രേഷന്റെ കൊടുമുടി തൊട്ട് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഗോറോക്ക് വീണ്ടും 2 കൈ കൂടി മുളക്കും വിങ്സിന്റെ ഒപ്പം തന്നെ. ആൻഡ് ഈ 4 കൈ വെച്ചിട്ട് ഗോറോ സൈത്താമയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. സൈത്താമ എന്താ ചെയ്യാന്നറിയോ, സൈത്താമ ആ പിള്ളേരൊക്കെ അടിക്കത്തില്ലേ, ഈച്ച ആട്ടത്തില്ലേ, അതുപോലെ അവന്റെ കൈ വെച്ചിട്ട് ഈ 4 കൈനെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അടിക്കുന്ന അടി എല്ലാം ഇങ്ങനെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. ആൻഡ് വേണ്ടി ചോദിക്കും നിനക്ക് മടുക്കുന്നില്ലേ ചോദിക്കും. ഗാറോ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കൈ കൊണ്ടോ
ഇവൻ എന്റെ അടിയെല്ലാം ഒറ്റ കൈ കൊണ്ട് തടുത്തെന്ന് ആലോചിച്ചിട്ട് ഗാറോ അങ്ങനെ ദേഷ്യത്തിന്റെ കൊടുമുടി തൊട്ട് നിൽക്കായിരിക്കും. ആൻഡ് ഈ ഉള്ളിലുണ്ടാവും ദേഷ്യം കൊണ്ട് തന്നെ അവൻ വീണ്ടും വീണ്ടും പവർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം കുറച്ചു നേരം മുന്നേ അവർ താങ്ക്സ് പറഞ്ഞില്ലേ, ആ രക്ഷിച്ചവർ താങ്ക്സ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദേഷ്യം അപ്പൊ പോയിണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും വന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ട് അവന് തോന്നി തുടങ്ങി. എന്റെ സ്വയം ഒരു ഇറിറ്റേഷനും തോന്നി തുടങ്ങി. ഇപ്പൊ അവർ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യം പോകുന്നതെല്ലാം ആലോചിച്ചിട്ട് ഞാൻ ഒരു പത്തറ്റിക് ആണെന്ന് ആലോചിക്കും. അവർ രണ്ട് കൈ ഒരു റോക്കറ്റ് ലോഞ്ചറെ പോലെ യൂസ് ചെയ്യും. ആൻഡ് ഇങ്ങനെ രണ്ട് കൈ റോക്കറ്റ് ലോഞ്ചറെ പോലെ യൂസ് ചെയ്തിട്ട് ബാക്കി രണ്ട് കൈ വെച്ചിട്ട് സൈതാമയെ അടിക്കാൻ നോക്കും. ആൻഡ് ഈ അടിക്കുന്ന അടി ഫുൾ സ്ട്രെങ്ത് കൊടുത്തായിരിക്കും ഗാറോ അടിച്ചിട്ടുണ്ടാവുക. അവിടെ ഉണ്ടായിരുന്ന മൊത്തം നിലത്തിന്റെ സ്ട്രക്ചർ മാറി തന്നെ പോവും ഈ അടി കൊണ്ട് തന്നെ. അവിടെ ഉണ്ടായിരുന്ന ഒരു മല ലിറ്ററലി വാൾക്കോനെ പോലെ മാറും. ആൻഡ് അത് മാത്രമല്ല, ഈ അടിച്ച അടിയിൽ എർത്തിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു ഓഷ്യന്റെ അവിടുന്ന് ഒരു ക്ലിഫ് വരെ ഉണ്ടാവും. ബട്ട് ഗസ് വാട്ട്, ഗോറോ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഇവിടെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുകയാലും ചെയ്തിട്ടുണ്ടാവും. അപ്പുറത്തെ സൈഡിൽ ക്ലിഫ് ഉണ്ടായില്ല, അവിടെ എയറോപ്ലെയിൻ വന്ന് ക്രാഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ മരിക്കുന്നുള്ള നിലയിലായിരിക്കും. ബട്ട് സർപ്രൈസിംഗ്ലി ആൻഡ് ഈ അടിച്ച അടി കൊണ്ട് തന്നെ അവർ രക്ഷപ്പെടും. ബട്ട് സർപ്രൈസിംഗ്ലി ഗോറോ ഒരു ഫ്ലിഞ്ച് പോലും, ഒന്ന് കണ്ണടയ്ക്കുന്ന പോലും ഉണ്ടാവില്ല സൈതാമ. ആൻഡ് ഇതിനുശേഷം വീണ്ടും കൺസിക്യൂട്ടീവ് ആയിട്ട് നോർമൽ പഞ്ചസ് അടിച്ചുകൊണ്ടിരിക്കും ഗാറോ സൈതാമയെ. ആൻഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ടെക്നിക്സ്, സ്പീഡ്, ക്രിയേറ്റിവിറ്റി, അറ്റാക്ക് ഒന്നും ഇവന്റെ അടുത്ത് ഏൽക്കുന്നില്ല. എങ്ങനെയാ ഞാനിപ്പോ ഈ മൊട്ടയൊന്നും തോൽപ്പിക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം സൈതാമ അവന്റെ അവസാനത്തെ പഞ്ച് ഗാറോക്ക് കൊടുക്കും. ആൻഡ് ഈ പഞ്ചില് ഗാറോ ഒരുപാട് കിലോമീറ്റർ വീണ്ടും പോയി വീഴും. മരങ്ങളും മലകളും എല്ലാം താണ്ടി ഒരുപാട് ദൂരം പോയി വീഴും. ആൻഡ് ഈ പഞ്ച് എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലകൾ തന്നെ അവിടുന്ന് ഇളകാൻ തുടങ്ങും. മലകളുടെ ചില ഭാഗങ്ങളെല്ലാം എയറിലായിരിക്കും. എന്റെ സൈതാമയുടെ ഈ പവർ കണ്ട് ഗാറോ കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് ആയിരിക്കും. ഇവൻ എന്താണ്, ഇവൻ ആരാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അവൻ ഒരു എഫേർട്ട് കൊടുക്കാണ്ട് അൺഫെയർനെസ് ആയിട്ട് അവൻ ഈസി ആയിട്ട് ജയിക്കുന്നു. ആൻഡ് ഇവിടെയും ഗാറോ തോൽവി സമ്മതിക്കാണ്ട് അവന്റെ അവസാനത്തെ കുറച്ച് എനർജി എടുത്തിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരും. കാരണം അവൻ എന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവൻ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ആള് കാരണം അവൻ തോൽക്കുന്നല്ല ആലോചിച്ചിട്ട്. ബട്ട് ഇവിടെ സൈതാമ ഒരു നോർമൽ ആയിട്ടുള്ള പഞ്ച് കൊണ്ട് കൊടുക്കും. ആൻഡ് ആ പഞ്ചിൽ തന്നെ ഗോറോന്റെ ആർമർ പൊട്ടിയിട്ട് ഗോറോന്റെ ഹ്യൂമൻ ഫോം പുറത്തോട്ട് വരും. ആൻഡ് ഈ പോയിന്റ് ഓഫ് ടൈമിൽ കുറച്ചൊക്കെ ഹോപ്പ് ഉണ്ടായിരുന്ന ഗാറോ എല്ലാ ഹോപ്പും പോയിട്ട് തോൽവി സമ്മതിച്ചെന്നുള്ള നിൽക്കും. പക്ഷെ അപ്പൊ തന്നെ ആകാശത്ത് നിന്ന് ഭയങ്കര വലിയൊരു സൗണ്ട് കേൾക്കും. ആൻഡ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാറോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവനെ കൊണ്ട് ഒരിക്കലും ഇനി ആബ്സല്യൂട്ട് ഈവിൾ ആവാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഇപ്പൊ ഇവിടെ അൺഫെയർനെസ് ആയിട്ടൊരു തോൽവിയൊക്കെ ഉണ്ടായില്ലേ, അത് കാരണം തന്നെ. ആൻഡ് ഇങ്ങനെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആകാശത്ത് സൗണ്ട് കേൾക്കുക, ഐ ക്യാൻ ഹിയർ യു. ആൻഡ് അപ്പൊ എല്ലാവരും ആകാശത്തോട്ട് നോക്കുമ്പോൾ ആകാശത്ത് ഭയങ്കര, അതായത് ക്ലൗഡ്സ് ഒക്കെ വേറൊരു ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് വലിയ രണ്ട് കാലുകൾ ക്ലൗഡ്സിന്റെ ഉള്ളിൽ നിന്നോട്ട് വരും. ആൻഡ് ഈ രണ്ട് കാലുകൾ ജസ്റ്റ് ഗാറോക്ക് മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക. ക്ലൗഡ്സും തണ്ടേഴ്സും നോർമൽ ഹ്യൂമൻസിനും ബാക്കിയുള്ളവർക്കും. ആൻഡ് ഗാറോവിന്റെ അടുത്ത് കാലുകൾ ഇങ്ങനെ താന്നതിന് ശേഷം ഗാറോ ചോദിക്കും, ഹു ആർ യു എന്ന് ചോദിക്കും. ഇതിന്റെ റീപ്ലൈ ആയിട്ട് സൗണ്ട് വരും, യുവർ ഡീപ്പസ്റ്റ് വിഷ് ഈസ് നൗ ഓൺ ദ വെർജ് ഓഫ് ഫാളിംഗ് അപ്പാർട്ട് ഇൻ ടു എ ഫുൾഫിൽഡ് at the hands of a single hero. And ഇത് കേട്ടിട്ട് ഗോറോ ബി ലൈക്ക്, ഗോറോ മിണ്ടാണ്ടിരിക്കല്ലേ, നിന്നെ കൊന്നോളെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം വീണ്ടും ആ സൗണ്ട് പറയും, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഗോഡ്സിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഫിസ്റ്റ് നിൽക്കുമ്പോൾ അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് കേട്ടിട്ട് ഗോറോ ചോദിക്കും, നീ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയും. ആരാണ് നീ നിന്റെ മോന്തെങ്കിലും കാണിക്കുന്നു പറയും. ആൻഡ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരോ ബാക്കിൽ നിന്ന് ചിരിക്കുന്ന പോലെ ഗാറോക്ക് തോന്നാം. തിരിഞ്ഞു നോക്കുമ്പോൾ ആരായിരിക്കും അറിയോ, ബാങ് ആയിരിക്കും, ഓൾഡ് മാൻ ആയിരിക്കും. സത്യത്തിൽ അത് ബാങ് ആയിരിക്കത്തില്ല, ബാങ്ങിന്റെ ഫോമിൽ ഗോഡ് ആയിരിക്കും അത്. ആൻഡ് ഇതിനുശേഷം ബാങ് പറയും, ഒറ്റ മാസ്റ്ററും അവന്റെ സ്റ്റുഡന്റ് ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ ആഗ്രഹിക്കില്ല എന്ന് പറയും. ആൻഡ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം തന്നെ അവന്റെ കൈ, അതായത് ബാങ്ങിന്റെ കൈ ഗാറോക്ക് കൊടുക്കും, കം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഗാറോന്റെ കൈ കൊടുത്തതിന് ശേഷം അവിടെ ഒരു ജൂപ്പിറ്ററിലേക്ക് സ്ട്രക്ചർ കാണിക്കും. ആൻഡ് ഇങ്ങനെ കൈ കൊടുത്തതിന് ശേഷം നമുക്ക് സൈതാമനെ കാണിക്കുന്നുണ്ട്. സൈതാമ പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആരോ അവിടെ വന്ന് ഇറങ്ങുന്നു. ആൻഡ് വന്ന് ഇറങ്ങിയതിനു ശേഷം സൈതാമ ചോദിക്കും, ഗാറോ നീയാണോ, നീ ഇത്ര പെട്ടെന്ന് നിന്റെ കോസ്പ്ലേയും മാറ്റിയോ, നിന്റെ കോസ്റ്റ്യൂം മാറ്റിയോ? ആൻഡ് സൈതാമന്റെ കണ്ണും തിരുമ്പി ഒന്ന് ഗോറോനെ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കൂടെ കോസ്മിക് ഗോറോനെ കാണിക്കുന്നത്. ഗോറോന്റെ ഫേസ് കണ്ടതിന് ശേഷം സൈതാമ ചോദിക്കും, മോനെ നിന്റെ ഫേസിന് എന്താടാ പറ്റിയെന്ന് ചോദിക്കും. ആൻഡ് ഇതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് ഗാറോ സൈതാമയോട് പറയും, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഗോഡ്സിന് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫിസ്റ്റിന്റെ അടുത്ത് നിൽക്കുന്നത്, അത് ദ ഫിസ്റ്റ് ഓഫ് ഗോഡ് തന്നെയാണെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം ഗാറോ അവന്റെ ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുത്ത് നിൽക്കും. ആൻഡ് OPMലെ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഫൈറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി ബാക്കി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഫൈറ്റും എല്ലാം ഈ വീഡിയോക്ക് ഒരു 1K വ്യൂസ് എങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളൊരു OPM ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ OPM ഫാൻസിന്റെ അടുത്തെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് കാണാൻ വേണ്ടി പറയാം. പ്ലീസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നതെല്ലാം ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.